ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്? എത്ര ദിവസമായി നമ്മൾ ലൈവ് വന്നിട്ട്? ഏകദേശം ഒരാഴ്ചയായോ? 1 വീക്ക് ആയോ? ഒക്കെ വേണാടെ ഞാൻ ഓഫ് ചെയ്താ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഇത് ഡിസേബിൾ ചെയ്തിട്ടേക്ക് നോയിസ് സപ്രഷൻ. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം ഇതില്ലല്ലോ. 6 ദിവസമായല്ലേ ലൈവ് വന്നിട്ട്? ഓക്കെ, സോ 6 ദിവസമായി എല്ലാവരും കണ്ടിട്ട്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹായ് 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 ഹായ്. ഇപ്പോൾ ഓക്കെ. സ്കാമർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാ പോയത്. പക്ഷേ ഒരു 2 ദിവസം എക്സ്ട്രാ നിൽക്കേണ്ട വന്നു. അതാണ് പ്രശ്നം പറ്റിയത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം 1600 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഥയിലേക്ക് വരാം. കഥ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. മടി കൊണ്ടല്ല. ഇതെല്ലാം തുടങ്ങിയത് ഒരു ഫുട്ബോളിൽ നിന്നാണെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഇതെല്ലാം തുടങ്ങിയത് അത് ഞാൻ പറഞ്ഞു തരാം. ഈ വട്ടം അവിടെ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം കാണുവാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വട്ടം എന്നോട് ഫുട്ബോൾ കാണാൻ പറഞ്ഞപ്പം ഞാൻ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് ഫുട്ബോൾ കണ്ട്. സത്യമായിട്ടും അത്യാവശ്യം ടീമുകളുടെ എല്ലാം ഫുട്ബോളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു. നമ്മളിങ്ങനെ ഓരോ ദിവസം ലൈവ് വരുമ്പോൾ നിങ്ങൾ ഓരോ ലെജൻസിനെ ഇങ്ങനെ കളിയാക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ലാസ്റ്റ് മാച്ച് അല്ലേ, അവരോടായി എനിക്കിഷ്ടം. അങ്ങനെ നമ്മൾ പറയണ ഓരോരുത്തർ പുറത്തു പോയി തുടങ്ങി. മനസ്സിലായോ? ലാസ്റ്റ് മെസ്സി മാത്രമായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വില്ലംബ്രോയുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവസാനത്തെ ടീം എന്തായാലും അർജന്റീന ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ മെസ്സിയെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു അന്നേരത്തെ ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ആദ്യം ഒരു 10,000 രൂപ എലിയായിട്ട് ബെറ്റ് വെച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നപ്പം എല്ലിയുടെ ഭർത്താവും ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങി. പുള്ളി പറഞ്ഞു, അർജന്റീന തോറ്റാൽ ഞാൻ പുള്ളിക്ക് വണ്ടിക്ക് എക്സോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അർജന്റീന ജയിച്ചാൽ പുള്ളി എൻ്റെ താറ് എക്സോസ്റ്റും മറ്റേ റീമാപ്പും ഒക്കെ ചെയ്തു തരാമെന്നുള്ളൊരു ബെറ്റിൽ വന്നു നമ്മൾ. പുള്ളി എടുത്ത് ഞാനത് ഓക്കെയും പറഞ്ഞു അറിയാതെ. അങ്ങനെ നോക്കുമ്പം 10,000 രൂപയല്ല നഷ്ടം, നല്ലൊരു നഷ്ടം വന്നായിരുന്നു. നല്ലൊരു നഷ്ടം പറയാതിരിക്കാൻ വയ്യ. അന്ന് രാത്രി എല്ലാം കൊണ്ടും ഈ ഒരു കുറച്ച് ദിവസമായിട്ട് മാനഹാനി, ധനനഷ്ടം ഇതൊക്കെയായിരുന്നു എനിക്ക്. മനസ്സിലായോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാടാ, അർജന്റീന എന്ന് പറഞ്ഞ ടീം ആ കളിയുടെ ലാസ്റ്റ് വരെയെങ്കിലും പിടിച്ചു നിന്നത് ആ ഒരൊറ്റ ഗോൾ കീപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആദ്യമേ തോറ്റേനെ. ഞാൻ കളി തുടങ്ങുന്നതിന് മുമ്പ് മാസൊക്കെ അടിച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട്, എടാ എന്തൊരവസ്ഥയെ പറ്റിയെന്നറിയാം എനിക്ക്. കാരണം ഇവിടെ ബോള് പോലും കൊടുക്കണില്ല, ഒരു ഇത് അടിക്കാൻ പറ്റില്ല. അവന്മാരാണെങ്കിൽ ഒടുക്കത്തെ കളി. ഡിസേർവ്ഡ് വിന്നാവും. നമുക്കതിൽ ഇനിയിപ്പോൾ ഞാൻ അർജന്റീന സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ വേറെ അവിടെ ഒന്നും സംസാരിക്കാനില്ല. അത് ഡിസേർവ്ഡ് വിന്ന. അവർ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചതാ. അതിൽ കൂടുതൽ നമുക്ക് ഇനി ഒരു ന്യായവും പറയാനില്ല. സീസൺ കഴിഞ്ഞു. അപ്പം അതായിരുന്നു കാര്യം. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കാറിലാണ് പോയത്. സെൽട്ടോസിലാണ് ഡ്രൈവ് ചെയ്ത് പോയത്. അപ്പോൾ സെൽട്ടോസിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് ബെറ്റ് എന്തായാലും തോറ്റില്ല. അപ്പോൾ പുള്ളിയുടെ വണ്ടിക്ക് എക്സോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ. അപ്പോൾ പുള്ളിയുടെ വണ്ടിയും എടുത്തുകൊണ്ട് വരണമായിരുന്നു. അങ്ങനെ ഞാൻ അത് ഡ്രൈവ് ചെയ്ത് നാട്ടിൽ വന്നത്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ തിരക്കുകളിൽ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തവർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ നോക്കി അങ്ങ് ഡ്രൈവ് ചെയ്ത് വന്നു. ഇന്ന് വെളുപ്പിനെയാണ്. ഇന്ന് വെളുപ്പിനെയല്ല, 11 മണി 12 മണി ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഞാൻ കിടന്ന് ഉറങ്ങി എണ്ണീറ്റ് മാച്ച് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. നിന്നെയൊക്കെ അടിക്കണോടാ, നിന്നെ പോലത്തെ കള്ളന്മാരെയൊക്കെ. ഞങ്ങൾ CSK ഫാൻസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ CSK ഫാൻസ് എത്ര വട്ടം തോറ്റിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. ബി ലൈക്ക് CSK ഫാൻസ്. നമ്മൾ 2 വർഷം മറ്റേ കോഴയ്ക്ക് പിടിച്ച് 2 വർഷം ഞങ്ങൾ വെളിയിലിരുന്നു, സമ്മതിച്ചു. അല്ലാതെ കപ്പ് കിട്ടാത്തപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സമ്മതിച്ചു. ഈ വർഷം നമുക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു നമ്മുടെ ടീമിനെ. പിന്നല്ലേ നിങ്ങൾക്ക് കളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ക്രിക്കറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ആൻഡ് അപ്പം എല്ലാവരും പറയുമ്പോൾ റിയാക്റ്റീവ് ഒക്കെ കണ്ട് എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ബ്രോ എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ് വീഡിയോയുടെ അടി വന്ന് ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താടാ ഇതിനൊന്നും അഭിപ്രായം പറയാത്തത്, നിനക്ക് പേടിയാണോ?
നീ സംഖ്യയല്ലേ, നീ മറ്റേ അതല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞ് 2 ദിവസമായിട്ട് സമാധാനമില്ല. അതങ്ങനെ കേരളത്തിലെ എല്ലാവരും അവിടെയല്ലേ ഇപ്പം, അതുകൊണ്ട് ഒരു സമാധാനമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ ശരിക്കും പറയാം. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് കുറെ പേർക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഗൈസ് എന്നെ പിടിച്ച് മറ്റേ ഇതാക്കി കളയാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഗൈസ്. നമ്മുടെ ഗെയിമിനകത്ത് പോലും ഈ ഇടയ്ക്ക് വളരെ റീസെന്റ് നടന്നൊരു കാര്യവും അത് കഴിഞ്ഞ് നടന്നതിനകത്തൊരു കാര്യം പോലും നമ്മൾ അഡ്രസ്സ് ചെയ്ത സമയത്ത് നീ ഹിന്ദു ആയതുകൊണ്ടല്ലടാ അത് പറഞ്ഞെന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിലും ഷോർട്സിലും വെട്ടിയിട്ട് എൻജോയ് ചെയ്തൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഇവിടെ നടക്കുന്ന എന്ത് കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ പോലും എനിക്ക് എൻ്റെ ജാതിയും മതവും മറ്റേ ഇതൊക്കെയാണ് ഏറ്റവും ഫസ്റ്റ് കാര്യമായിട്ട് ആൾക്കാർ എടുക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് അപ്പോഴേ ഒന്നെങ്കിൽ എന്നെ പിടിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ പാർട്ടിക്കാരനാക്കി കളയും, അല്ലെങ്കിൽ പറയും ഇവന്റെ മതം അതായതുകൊണ്ടാണ് ഇത് രണ്ടും എന്ന് നിൽക്കുന്നു അന്നേ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും തീരത്തുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം അവന്റെ മതത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ തോട്ട് ആൾക്കാരിൽ എന്ന് മാറുന്നോ അന്നേ മാറത്തുള്ളൂ. ഇപ്പൊ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജെൻസി രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ്. അത് എല്ലാവർക്കും അവരുടെ എന്താ പറയാ അവര് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാവർക്കും പിടിക്കുമെന്ന് വരുന്നില്ല. കാരണം നമ്മളൊക്കെ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല. എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് സമരവും മറ്റേ ഇത് മുദ്രാവാക്യവും അങ്ങനത്തെ കുറെ സാധനങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ വേറെയാണ്, അവരുടെ ഒരു രീതിയെ വേറെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുറെ പേർക്ക് ഇത് ഭയങ്കര സില്ലി ഇഷ്യൂ പറഞ്ഞു വരുമ്പോൾ മറ്റേ ചെറിയ കാര്യമാണ്. എടാ ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവാസിയായിട്ടൊക്കെ വെളിയിൽ പോയി കിടക്കുന്നവർക്കും ഡെയിലി കൂലിപ്പണിക്ക് പോയി സേവ് ചെയ്ത് പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഇത് വലിയ ഇഷ്യൂവാണ്. സത്യം പറയാൻ കഴിച്ച് ഇതൊരു ചെറിയ പ്രശ്നമല്ല, അത് അവർക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല. ഞാൻ ഇതിന്റെ റിട്ടേൺ എങ്ങനെ, അതായത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി മന്ത്രിയെ മാറ്റണം അതൊന്നും അല്ല ഞാൻ പറയുന്നത്. സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിനൊരു സൊല്യൂഷൻ വേണം, മനസ്സിലായോ? സൊല്യൂഷനാണ് വേണ്ടുന്നത്. അല്ലാതെ ഇവര് പറയണത് പോലെ മന്ത്രി മാറണം അല്ലെങ്കിൽ ഇത് മാറണം അത് മാറണം അതല്ല. അത് പറയുമ്പോൾ പറയും പാർട്ടിയോടുള്ള ടാർഗറ്റ് ആണെന്ന്. അതല്ല ഞാൻ പറയണം. ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് കുത്തിയിരുന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഇടയ്ക്കോട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള സാധനങ്ങളും പൈസ കൊടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു വലിയ ശോകമാണ് ചെയ്യുന്നത്. കാരണം ഉറക്കം ഉളച്ചും ഇതുപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരോടുള്ള കൊടുക്കുന്ന പട്ടി വിലയാണത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് എന്താണോ സൊല്യൂഷൻ അത് ഞാൻ പറയണതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ലേ, ഇതുപോലെ മറ്റേ സാധനമല്ല, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അത് ഞാൻ വേറെ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ പറയുന്നുണ്ട് കേരളത്തിലും PSCയുടെ സംഭവത്തിനും ഇത് നടന്നിട്ടുണ്ടെന്ന്. അത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനും സപ്പോർട്ട് ചെയ്യണം നമ്മൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി, റിലീജിയൻ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ സംഭവങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ലെന്ന്. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അത്, മനസ്സിലായോ? തുടക്കത്തിൽ നമ്മൾ പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സോഷ്യൽ കാര്യങ്ങളിലും ടെലഗ്രാം ഇഷ്യൂസിലും ഒക്കെ ഇടപെട്ടപ്പം ഒബ്വിയസ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കിപ്പം റിയാക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലായി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊട്ടസ്റ്റ് രീതി, നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു അഭിപ്രായം എങ്ങനെ, അത് സോഷ്യൽ മീഡിയ കൂടോ നിങ്ങൾ വണ്ടി പിടിച്ച് ഡൽഹിയിലൊന്നും പോകണ്ട. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് റെലവൻറ്റ് സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ്. അല്ലാതെ അവിടെ പോയി നിങ്ങൾ ഒരുങ്ങുന്നതും ഡേ ഇൻ മൈ ലൈഫും അതൊന്നും കാണിക്കേണ്ട. നിങ്ങൾക്ക് ഇതിനോടുള്ള നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഗോ, ഒന്നുമില്ല, അതിലൊരു പ്രശ്നമില്ല. പക്ഷെ എല്ലാവരും അത് ചെയ്യണം എന്നില്ല. നമുക്ക് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്കാരുടെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ലൈക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ, പുള്ളിക്കാരിക്ക് ഒരു കോണ്ടന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം, എന്ത് വേണേൽ ചെയ്യാം, മനസ്സിലായോ? ലൈക്ക് ഇതാണ് അതൊക്കെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സാധനമാണ്. പക്ഷെ ഇതൊരു റെലവൻറ്റ് ടോപ്പിക്കാണ്, ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിലേക്ക് പാർട്ടിയെ ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പാർട്ടിയെ ഡ്രാഗ് ചെയ്യുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി പറഞ്ഞാൽ എന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിലെ മെമ്പറാക്കി കളയും. അതേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇതിനകത്തോട്ട് ഗൈസ്, ഈ ഒരു ഇഷ്യൂവിനകത്തോട്ട് മതം വാരി എറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുറേ അവന്മാർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഇടയ്ക്കൂടെ കേരളത്തിലെ PSCയുടെ ഇഷ്യൂവും പറഞ്ഞ് അതിനകത്തും ഈ മതത്തിന്റെ കാര്യവും അതും ഇതും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റാൻ ഇവന്മാരെയൊക്കെ നിങ്ങൾ പച്ച വെള്ളത്തിൽ പുലിമാരെ തുപ്പി താറ്റി വിടണം. ഞാൻ പറയാം, നിങ്ങൾ ഈ ജനറേഷനിലുള്ളവർ വിചാരിച്ച ഇതൊക്കെ മാറ്റാൻ പറ്റും ഗൈസ്. നമുക്ക് മാറ്റേണ്ടത് ഈ പറയണ ഇതിനകത്ത് വന്ന പോരായ്മകൾ മാറ്റി നല്ലത് തിരിച്ചു കൊണ്ടുവരുന്ന സാധനം. അതിലേക്ക് മതം കുത്തിക്കയറ്റുന്നവന്മാരെ മൈൻഡ് പോലും ചേർത്ത് തുപ്പി വിടണം. സത്യമായിട്ട് ഞാൻ പറയാം, അത് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളൂ. എല്ലാം നന്നായിട്ട് വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ, എല്ലാം ഫിക്സായി സോൾവ് ആയി നമ്മുടെ സിസ്റ്റത്തിന് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ആ എഡ്യൂക്കേഷണൽ സിസ്റ്റം അടക്കം അതിനകത്ത് ഉണ്ടാകുന്ന പോരായ്മകളെല്ലാം എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്ത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഒരു നമ്മൾ പേടിച്ചിട്ടിരിക്കുക അങ്ങനത്തെ ഒരു സാധനമാക്കും. എൻ്റെ കുറെ ഫ്രണ്ട്സ് പോയതിന് അവർ തന്നെ കണ്ട കാര്യം പറഞ്ഞതാ. ബ്രോ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോൾ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നവർ അവർ ട്രിഗർ ചെയ്തതല്ല ഒരു പോലീസ്. ബ്രോ ഞാൻ പറയണത് ഈ അവിടുത്തെ അടിയും വഴക്കിനെയും പറ്റിയല്ല, പക്ഷെ ഇതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും പറയണ ഒരു കാര്യം നിങ്ങളെല്ലാം ചിന്തിക്കും. ഇത് ഡിസ്കസ് ചെയ്യപ്പെടാതിരുന്നാൽ ഇത് എത്രത്തോളം ഇഷ്യൂ ആവും, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പഠിച്ച് പാസ് ഔട്ട് ആവാൻ നോക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്, അത് അഡ്രസ്സ് ചെയ്തു. ബാക്കി അതിന്റെ പ്രൊട്ടസ്റ്റ് രീതികളൊക്കെ ആരാ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രേ ഉള്ളൂ അതിനെ പറ്റി പറയാൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. നമുക്ക് ഇന്ന് കുറച്ചു നേരം ഡിസ്കോഡൊക്കെ നോക്കാം. ഇന്ത്യ ജയിച്ചു. ഇന്ന് കളി ഉണ്ടായിരുന്നോ? ഹ്യൂജ് റെസ്പെക്ട് ഫോർ സ്പീക്കിംഗ് ഫോർ us. താങ്ക് യു സോ മച്ച് എടാ. നിങ്ങൾ ഒരുപാട് പേര് ജെൻസി കിഡ്സ് ഇല്ലേ എടാ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലത്തെ സാധനങ്ങളൊക്കെ ചെയ്യും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ ആരെയും മറ്റേ തെറി വിളിക്കാതെയും അല്ലെങ്കിൽ ഞാൻ പറയണ അങ്ങനെയല്ല. പക്ഷെ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരാളെ മറ്റേ ഇതാക്കേണ്ട അല്ലല്ലോ. നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. സോ മര്യാദക്കൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ രീതിയിൽ പ്രതിഷേധിക്കാം. മനസ്സിലായ? നിങ്ങൾ ജെൻസി പിള്ളേർക്കും അടിപൊളിയായിട്ട് ഇമ്പാക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, ഉറപ്പാണ്. സിറ്റിയുടെ കാര്യമെല്ലാം ബ്രാവോ കുത്തിയിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SRK അപ്ഡേറ്റ് ഒക്കെ ഓൾറെഡി തന്നാ ബ്രോ. സെർവർ അപ്ഡേറ്റ് ഇത്രയാണ്. സെർവർ അപ്ഡേറ്റ് കറന്റ് സെർവർ പണിതുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്കുള്ള ഒരു സെർവർ നല്ല രീതിയിൽ. വെളിയിൽ മുടിഞ്ഞ മഴ കേസ്. നിങ്ങൾക്ക് ഈ പുറകിലത്തെ ലൈറ്റ് ഓഫ് ആവുകയാണ് എന്നോട് പറയണം കേട്ടോ. കറണ്ട് പോയെന്നാണ് അർത്ഥം. പ്രൈവറ്റ് ജെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പച്ച കളറിൽ. ഒരാഴ്ച എടുക്കും, ഉടനെ വരും. യുവർ ജെൻസി. ഞാൻ 1997 ജനിച്ച ഒരു ജെൻസി ആണെന്നാണ് പറയുന്നത്. 1997 തൊട്ടാണ് ജെൻസി എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ജെൻസിയാണ്, അല്ലെങ്കിൽ ഞാൻ ജെൻസി അല്ല. കറക്റ്റ് ഏറ്റവും ജെൻസി അവസാനം വന്ന് ജനിച്ചൊരു ജെൻസിയാണ് ഞാൻ. യെസ്, ഒബ്വിയസ്ലി. അല്ല, ഞാൻ പറയണത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആൻഡ് അങ്ങനത്തെ സാധനം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ജെറ്റ് ബുക്ക് ചെയ്തത്. ഒരുത്തൻ ഒരു ബസ് ഖലീഫ ബസ്സിനകത്ത് പോയിരുന്ന് അത് ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവന്മാരും കൂടെ എൻ്റെ അടുത്ത് ഒരു ബസ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായ? എനിക്കാണ് ഒന്നാമത്തെ കാര്യം ആകെ ഉള്ള വള്ളി തന്നെ താങ്ങാൻ വയ്യ. അതിൻ്റെ കൂടെ ഇനി ബസ് കൂടെ എടുക്കുന്നത്. സായിപ്പിന് തൊപ്പിയുടെ വീഡിയോ കണ്ടായിരുന്നു. പറഞ്ഞപ്പോഴാ ഇവിടെ പലവന്മാരും പലതും പറയാൻ എനിക്കറിയാം. ഞാൻ എൻ്റെ പുതിയ റെയ്ബാൻ ഗ്ലാസ് കിട്ടി എനിക്ക് ഫ്രം ബാംഗ്ലൂർ. ഓരോരുത്തന്മാർ ബ്ലൈൻഡ് ഇതൊക്കെ ബ്ലൈൻഡ് സ്ട്രീമർ എന്നൊക്കെ പറയും. ഞാൻ ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്ട്രീം ചെയ്യുന്നുള്ളെങ്കിലോ ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ. ഇനി കണ്ണ് കണ്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഫസ്റ്റ് കോപ്പിയാ എടാ. ഇത് ഒറിജിനൽ റെയ്ബാൻ ഫസ്റ്റ് കോപ്പിയാ. ഓളാ കള്ള പെർഫെക്റ്റ് ബ്ലൈൻഡ്. എടാ നീയൊക്കെ ഇങ്ങനെ നീയൊക്കെ എന്നെ കഴിഞ്ഞ വട്ടം പറഞ്ഞ് തളർത്തി. ഞാൻ അതുകൊണ്ട് കളൻ സാർ. സത്യമായിട്ട് ഇത് വെച്ച കണ്ണ് കാണത്തില്ല കേട്ടാ. ഇത് നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ? ഹലോ, ചാറ്റ് ചെക്കായ ഹലോ. ഇത് മാറ്റിപ്പോ അരക്കുന്നുണ്ടല്ലോ. എടാ നീയൊക്കെ എന്തൊരു കഷ്ടമാണ്. എടാ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരുന്നോട്ടാ. ഞാൻ കുറച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരുന്നോട്ടെ. നീയൊക്കെ എന്താ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ.
ബ്ലൈൻഡ്, കറക്റ്റ് ബ്ലൈൻഡ്. ഒരു കുഴപ്പമില്ല. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഇന്ന് സ്ട്രീം ചെയ്യാൻ പോണെന്ന്. ഈ പുള്ളി 500 രൂപ എന്തോ പറഞ്ഞത്, കണ്ണും കാണുന്നില്ലല്ലോ ദൈവമേ. ഹലോ എന്റെ അണ്ണ, ഒരു കടി തരുമോന്ന്? യദു കൃഷ്ണ, താങ്ക് യു സോ മച്ച് ഓഫ് ദ 500. ന്യൂ പി സി ആണോ? അയ്യോ അല്ലടാ, എടുത്തോണ്ട് വന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, എറണാകുളത്തോട്ട് വന്നതേ ഉള്ളൂ. മീഷോ, എടാ ഇത് മീഷോ എന്നൊന്നും അല്ല. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ജോക്കി ഇരിപ്പുണ്ടല്ലോ ഇവിടെ. ഹലോ 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 ജോഗി. ഹലോ ജോഗി, എന്റെ കണ്ണാടി ഒന്ന് നോക്കിയിട്ട് ഇത് മറ്റേ അന്തന്മാര് വെക്കുന്ന കണ്ണാടിയാണോ നോക്കി ജോഗി. ഒരു മിനിറ്റ് ലൈവ്, ഒരു മിനിറ്റ് നോക്കിയോ ജോഗി? ഒരു മിനിറ്റ് ഫുൾ സ്ക്രീൻ ഒക്കെ കാണുന്നില്ല. തമിഴ്നാട്ടിലെ ശവം എന്നൊക്കെ പറയണ ജോഗി ഇവിടെ. ഫുൾ സ്ക്രീൻ ഒക്കെ കാണുന്നില്ല. തമിഴ്നാട്ടിലെ ശവം എന്നൊക്കെ പറയണ ചാറ്റിൽ ഓരോരുത്തന്മാര്. എടാ നെറ്റിയിലൊരു ചന്ദനം കൂടെ ഇട്ട് ഒരു വെള്ളം പുറത്തൂടെ പോയി ശവം. എടാ ഒരു കാശിന് കൊള്ളത്തില്ല കേട്ടോ ജോഗി. ഇതെന്റെ റെയ്ബാനാ ജോഗി, ഇതെന്റെ. റെയ്ബാൻ, അത് റെയ്ബാൻ ഗ്ലാസ് കൊള്ളാം, പക്ഷെ നിനക്ക് വെക്കുമ്പോ ചേരുന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ, ഒരു മിനിറ്റ്. ഫേക്ക് മെസ്സി ഫാൻസ് എല്ലാം പിടിക്കപ്പെട്ട്. ചെറുതേട്ടൻ ഫേക്ക് മെസ്സി ഫാൻസിൽ പിടിക്കപ്പെട്ടെന്ന് കണ്ടായിരുന്നോ വീഡിയോ ഒക്കെ? ഫേക്ക് മെസ്സി ഫാൻസിലോ? അതെന്തുവാ? ഒരു പുള്ളി ഒരു ഫാനും ഇല്ലെന്ന് പറഞ്ഞേ ലാസ്റ്റ് മറ്റേ കിരൺ ചേട്ടൻ ഒരു ഡാൻസ് പറഞ്ഞിട്ട് ഗ്രൂപ്പിനകത്ത് ഔട്ട് ഓഫ് നോ വേറെ മെസ്സേജ് ഇടും. എന്തു പറയോ മറ്റേ എടാ ഈ ഗ്രൂപ്പിന്റെ കണ്ണാപ്പി ഒരേ അടി. അപ്പൊ ഉടനെ കണ്ണാപ്പി ഗ്രൂപ്പിനകത്തൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് നോ വേറെ കുറെ സ്പെയിൻ ഫാൻസ് ഒക്കെ വന്നല്ലോടാന്ന് പറഞ്ഞ് മറ്റേ മുണ്ട് പൊക്കി കാണിക്കുമ്പോ മഞ്ഞ ഷഡ് ഇട്ടേക്കുന്ന ഒരു ഇതില്ലേ സ്റ്റിക്കർ, അതൊക്കെ ഇട്ട് ഞാൻ ആലോചിക്കുക ഈ ഭ്രാന്താണെന്ന്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഒരു കാര്യം പറയട്ടെ, അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഓഫ്ലൈൻ ഗുണം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മറ്റേ അവരാധിക്കുന്നതിന് ഞാൻ ഭയങ്കര എതിരാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈകളെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അർജന്റീന, പോർച്ചുഗല്, ബ്രസീൽ ഇവരെ വിട്ടോ ജോഗി? ഇവരില്ലാത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം സ്പെയിനെ പറ്റി നമ്മുടെ ഗ്രൂപ്പിലോ മെസ്സി കളിക്കുമ്പോ മാത്രം സ്പെയിൻ ഫാൻ എന്ന് പറഞ്ഞു വന്ന് എല്ലാരും കൂടെ തൂറി മെഴുകിയ. ഞാൻ പറയട്ടെ, നീ ആ കണ്ണാപ്പിയുടെ വോയിസ് നോട്ട്സ് അതിനകത്ത് കേട്ടായിരുന്നോ? അതാ ഞാൻ പറഞ്ഞു നോക്കി. കണ്ണാപ്പി ഞാൻ പറയാം, ഈ കണ്ണാപ്പി ബോബോയ് ഒക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടതിനകത്ത് മെയിൻ കണ്ണികൾ. അതായത് ഈ ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ചെയ്ത് സംസാരിക്കണവന്മാര്. ഇവന്മാർ അങ്ങനെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കിന് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയപ്പോൾ ഗ്രൂപ്പിൽ ഭയങ്കര സ്പെയിൻ ഫാൻസ് കൊണ്ട് നിറഞ്ഞ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പറയുക റൊണാൾഡോ ഭാര്യയോടെ കുളിക്കാൻ പോയത് നമ്മുടെ കുഴപ്പമില്ലല്ലോ എന്ന്. നമുക്കൊരു പൊളിയത്തില്ലേ അത്? അതൊക്കെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ റൊണാൾഡോ ഭാര്യയോടെ കുളിക്കാൻ പോയത് നമ്മുടെ കുഴപ്പമാണോ? പുള്ളിയുടെ മാച്ച് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ പോയി പുള്ളി പെണ്ണുമ്പിളിയുടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോട്ടെ. അവര് കുളിക്കട്ടെ, അവരെ കുളിയല്ലല്ലോ പ്രശ്നം. കണ്ണാപ്പിക്ക് എന്താണ് റൊണാൾഡോ കുളിക്കുന്നതിന് പ്രശ്നം? തോറ്റേനെ ജോക്കി. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, മെസ്സി ഫൈനൽ വരെയെങ്കിലും എത്തിയില്ലേ, പുള്ളി ഒരാഴ്ച മുമ്പേ കളി കഴിഞ്ഞ് കുളിക്കാൻ പോയില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. എടാ പിള്ളേരെ, ഞാൻ എന്തുവാ ഗ്രൂപ്പിനകത്ത് ഇട്ടേന്ന് പറഞ്ഞ മറ്റേ വാ പൊത്തിച്ചിരിക്കുന്ന ഒരു ഇമോജി അതേ പിടിച്ചോണ്ടല്ലോ. അവൻ അങ്ങ് തുടങ്ങി, അവനങ്ങ് റൊണാൾഡോ ഭാര്യയോട് കുളിക്കാൻ പോയേനെ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഐ ആം ബാക്ക്. ഇതിപ്പോ ചേട്ടാ ഫൈനലെത്തി പറയുമ്പോ ആദ്യം കപ്പൊന്നും കൊടുക്കൂലല്ലോ സ്പെയിൻകാര്. എന്തായാലും നമുക്ക് മെസ്സി ഒന്നും ഒരു ഇഷ്ടക്കേടും ഇല്ല, പക്ഷെ ഇവനെ പോലുള്ള അപരാധികൾ കാരണമാണ് വീസിലിരുന്ന് ചിരിക്കുന്ന ആളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ കണ്ടോ ഗൈസ്? റൊണാൾഡോ പോർച്ചുഗൽ പുറത്തായതിന്റെ അന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയ ആളാണ്. അറ്റ്ലീസ്റ്റ് എടാ ഞാനൊക്കെ ആണെങ്കിൽ വെച്ച ബെറ്റ് അടക്കം എല്ലാം കൊടുത്തിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്, മനസ്സിലായ? വിളിച്ചിട്ട് നീ മീശ പഠിക്കാ സാമാനത്തിന്റെ പകുതി മുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയതല്ലടാ. ഞാൻ പറഞ്ഞില്ലേ പക്ഷെ എന്താ പറയുന്നത് ഇവര്
എന്തിനൊക്കെയാ പറയുന്നത്? അയ്യോ സീറോ ഷോട്ട്. ബ്രോ ഞാൻ മെസ്സി ഫാനോ അല്ലെങ്കിൽ ഈ പറയുന്ന അർജന്റീനോ, നിങ്ങൾ എന്നെ അത് പറഞ്ഞ് ട്രിഗർ ചെയ്തിട്ട് കാര്യമില്ല. ആ എടാ നമ്മളൊന്നും അത് പറഞ്ഞ് ട്രിഗർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ റൊണാൾഡോ പറഞ്ഞ ട്രിഗർ ആവും ജോക്കി. ഓ ജോക്കി എടാ അവിടെ സ്പെയിൻ ഗോൾ അടിച്ചപ്പോ ഇല്ല മറ്റേ സിനിമയ്ക്കകത്ത്, മറ്റേ സ്പൈഡർ സിനിമയ്ക്കകത്ത് മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ മറ്റേ മുടിയുള്ള SJ സൂര്യ, മറ്റേ ഇങ്ങനെ ചെവിക്കകത്തോട്ട് മുടി ഇട്ടിട്ട് മറ്റേ കരയും ഇങ്ങനെ പറഞ്ഞിട്ടൊരു സാധനമില്ലേ? അതിനല്ല എന്റെ 40,000 രൂപ അന്ന് പോയത്. നീ പറഞ്ഞ് എക്സോസ്റ്റ് നോക്കാൻ വണ്ടി കൊണ്ട് പോയെന്ന്. വണ്ടിക്ക് എക്സോസ്റ്റ് പ്ലസ് അവക്ക് 10,000. ആ വിഷമത്തില ഞാൻ ഇരുന്ന, അല്ലാതെ പുള്ളിക്ക് കപ്പ് കിട്ടിയത് തോറ്റെന്ന് പറഞ്ഞല്ല ഞാൻ വിഷമിച്ചത്. എന്റെ കാശ് പോയില്ലേ? 40,000 രൂപയോടാ. പിന്നെ എക്സോസ്റ്റ് അടിച്ചു കൊടുക്കട്ടെ പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായിരുന്നു എനിക്ക്, എന്ത് കാര്യം. നീയെല്ലാം കൂടെ ഫുട്ബോൾ പോലും കാണാത്ത എന്നെ കൊണ്ട് ഫുട്ബോളിൽ വെറ്റി വരപ്പിച്ചത്. സത്യല്ലേ, ഫുട്ബോളിന്റെ സ്പെല്ലിംഗ് പോലും ഒന്നും അറിയത്തില്ലായിരുന്നു. അവൻ കണ്ടു തുടങ്ങി, രാത്രി വീട്ടിൽ ചെന്ന് കിടന്ന് കാണുന്നു, ഇരുന്ന് കാണുന്നു, നിന്ന് കാണുന്നു, വണ്ടി പോകുമ്പോ കാണുന്നു. സത്യം അഡിക്റ്റഡാക്കി കളഞ്ഞു. എടാ പക്ഷെ നീ വേൾഡ് കപ്പ് ഒന്നുമല്ല കാണണ്ടേ, നീ പ്രീമിയർ ലീഗ് ആണ് കാണണ്ടേ. അതെ, പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും. പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗിലും ഈ മറ്റേ IPL പോലെ മറ്റേ ടീമാണോ മറ്റേ ഇതൊക്കെ? അതെ ക്ലബ്സ് ആണ്. കോച്ച് താങ്ക് യു സോ മച്ച് ഫോർ കോച്ച്.